അഹമ്മദാബാദിൽ പ്രോട്ടീസ് അഹങ്കാരത്തിന് പൂട്ട്. 30 റൺസിന്റെ തകർപ്പൻ ജയത്തോടെ പരമ്പര തൂക്കി സൂര്യകുമാറും സംഘവും. വെടിക്കെട്ടുകാരൊക്കെ കളം നിറഞ്ഞപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് മുന്നിൽ ഇന്ത്യ ഉയർത്തിയത് റൺമല. പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന് പകരം പരമ്പരയിൽ ആദ്യമായി സഞ്ജു സാംസൺ ക്രീസിലെത്തിയപ്പോൾ തന്നെ കളം പിടിച്ചു ഇന്ത്യ. ഓപ്പണർമാർ കത്തിക്കയറിയതോടെ മിന്നും തുടക്കം. കിട്ടിയ അവസരം കൃത്യമായി ഉപയോഗിച്ചു സഞ്ജു സാംസൺ. 22 പന്തിൽ 37 റൺസ് എടുത്ത സഞ്ജു അന്താരാഷ്ട്ര T20യിൽ 1000 റൺസും കരിയറിൽ 8000 റൺസും പിന്നിട്ടു. 32 റൺസ് എടുത്ത് അഭിഷേകും പിന്നാലെ സഞ്ജുവും സൂര്യകുമാറും പുറത്തായപ്പോൾ ചുമതല ഏറ്റെടുത്ത തിലക് വർമ്മയും ഹാർദിക്കും. തിലക് 42 പന്തിൽ 73ഉം ഹാർദിക് 25 പന്തിൽ 63ഉം റൺസ് എടുത്തു. ഹാർദിക് വെറും 16 പന്തിലാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്കായി ഡീകോക്ക് തകർത്തടിച്ചാണ് തുടങ്ങിയത്. 35 പന്തിൽ 65 റൺസുമായി ഡീകോക്ക് പുറത്തായതോടെ പ്രോട്ടീസ് ബാറ്റിംഗ് നിര തകർന്നു. മധ്യനിരയെ വരുൺ ചക്രവർത്തി എറിഞ്ഞിട്ടു. ഡീകോക്കിന് പുറമെ ഡെവാൾ ബ്രവീസ് മാത്രമാണ് ഇന്ത്യൻ ബോളർമാർക്കെതിരെ അല്പമെങ്കിലും പൊരുതിയത്. വരുൺ 4ഉം ജസ്പ്രീത് ബുംറ 2ഉം വിക്കറ്റുകൾ വീഴ്ത്തി. ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത ഹാർദിക് പാണ്ഡ്യയാണ് കളിയിലെ താരം. വരുൺ ചക്രവർത്തിയാണ് പരമ്പരയിലെ താരം. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.